അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം അതിൻ്റെ 12-ാം വചനം ഇങ്ങനെ പറയുന്നു. ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശുനാമമല്ലാതെ. സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ വിശുദ്ധ പത്രോസ്ലീഹ ഉറപ്പോടുകൂടി പറയുന്നൊരു കാര്യമാണ്, മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വചനത്തിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് വിശുദ്ധ യോസേപ്പ് പിതാവിനോട് പറയുന്നുണ്ട്, നീ അവന് യേശു എന്ന് പേരിടണം, കാരണം അവൻ തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. യേശു രക്ഷകനാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം പാപങ്ങളെ ഏറ്റെടുത്ത് ആ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്ന രക്ഷകനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യവർഗം മുഴുവനെ എടുക്കുവാണെങ്കിൽ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് ദൈവവചനം വ്യക്തമായി പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പാപപരിഹാരത്തിന് വേണ്ടി മറ്റൊരു ബലിയില്ല, പാപപരിഹാരമായിട്ട് മറ്റൊരു വ്യക്തിയില്ല. ഇത് മനസ്സിലാക്കുവാൻ, ബുദ്ധിയുടെ തലത്തിൽ ഇത് മനസ്സിലാക്കുവാൻ അല്പം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ്, ഞാൻ പാപം ചെയ്യുന്നതിന് മുമ്പ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു, എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തു, കുരിശിൽ മരിച്ചു, അവൻ എനിക്ക് രക്ഷ നൽകി. ഇത് ബുദ്ധിപരമായി ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ അല്പം വിഷമമുള്ളൊരു കാര്യമാണ്. എന്നാൽ വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കിത് മനസ്സിലാക്കുവാൻ യാതൊരു പ്രയാസവുമില്ല. പരിശുദ്ധാത്മാവ് ഈ കാര്യങ്ങളെ നമുക്ക് വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു തരുന്നു. ഒന്നാമതായിട്ട്, യേശു എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തു, എനിക്ക് വേണ്ടി പാപപരിഹാര ബലിയായി എന്ന് പറയുമ്പോൾ, എൻ്റെ പാപങ്ങൾ എപ്രകാരമാണ് യേശു ഏറ്റെടുത്തത്, എന്തിനാണ് യേശു രക്തം ചിന്തിയത്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള വലിയ ദൈവീ രഹസ്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു. എബ്രായ ലേഖനം 9-ാം അധ്യായം 22-ാം വചനം ഇങ്ങനെ പറയുന്നു, രക്തം ചിന്താതെ പാപമോചനമില്ല. രക്തം ചിന്താതെ പാപമോചനമില്ല എന്നുള്ളത് അനാദിയിലെ ദൈവത്തിൻ്റെ നിശ്ചയമാണ്. എന്തുകൊണ്ടാണ് രക്തം ചിന്തേണ്ടത്? എന്തുകൊണ്ടാണ് പാപപരിഹാരത്തിന് വേണ്ടി രക്തം ചിന്തേണ്ട കാര്യം വന്നത്? ഇതെല്ലാം എത്തി നിൽക്കുന്നത് ഒരു കാര്യത്തിലേക്കാണ്. അത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 15-ാം അധ്യായം 14-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു, ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് സ്വാതന്ത്ര്യവും നൽകി. അവന് നല്ലത് ചെയ്യണമോ, നന്മ ചെയ്യാതിരിക്കണമോ, തിന്മ പ്രവർത്തിക്കാതിരിക്കണമോ എന്നുള്ള വലിയ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഈ സ്വാതന്ത്ര്യമില്ല എങ്കിൽ നമ്മളെല്ലാം ഒരു റോബോട്ടുകളെ പോലെയാണ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചു, നമ്മളെല്ലാവരും ദൈവത്തെ സ്നേഹിക്കുവാനും ആരാധിക്കുവാനും അനുസരിക്കുവാനും ബാധ്യസ്ഥരായി മാറും. എന്നാൽ ദൈവം അല്ല ആഗ്രഹിക്കുന്നത്. ഞാൻ ബോധപൂർവം എൻ്റെ ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് എന്നെയും നിങ്ങളെല്ലാവരെയും ഓരോരുത്തരെയും സ്വാതന്ത്ര്യത്തോടു കൂടി ദൈവം സൃഷ്ടിച്ചു. അപ്പോൾ ഈ സ്വാതന്ത്ര്യം മനുഷ്യൻ ദുരുപയോഗിച്ചാൽ എന്ത്? അത് പാപമാണ്, അത് തിന്മയാണ്. അങ്ങനെയെങ്കിൽ തിന്മ ചെയ്താൽ എന്ത്? ഇതെല്ലാം ദൈവം അനാദിയിൽ നിശ്ചയിച്ച് വെച്ചതുകൊണ്ടാണ് ഈ വചനം ഇപ്രകാരം പറയുന്നത്, രക്തം ചിന്താതെ പാപമോചനമില്ല. അങ്ങനെ മനുഷ്യവംശം മുഴുവൻ പാപത്തിന് അടിമയായി തീർന്നുവെന്ന് റോമാലേഖനം 3-ാം അധ്യായം 21-ാം വചനം പഠിപ്പിക്കുക. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. ദൈവവചനം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയുകയാണ്, എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. അങ്ങനെ മനുഷ്യവംശം മുഴുവൻ പാപം മൂലം നരകത്തിന് അർഹരായി എന്ന് കണ്ടപ്പോൾ ദൈവമായ കർത്താവ് രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ വളരെയധികം കേട്ടിട്ടുള്ള ആ തിരുവചനം നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി ഒന്ന് ഓർക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുകയാണ്, തൻ്റെ ഏകജാതനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവമായ കർത്താവ് ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചു. പാപം മൂലം മനുഷ്യവംശം മുഴുവൻ നരകത്തിന് അർഹമായി തീർന്നു എന്ന് കണ്ടപ്പോൾ സ്നേഹം മാത്രമായി ദൈവം ഈ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ഏകജാതനെ, വചനമായ ദൈവത്തെ മാംസമായിട്ട് മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് അയക്കുകയാണ്. അങ്ങനെ രക്ഷകനും നാഥനുമായ യേശുനാഥൻ കടന്നു വന്ന് കാൽവരിയിൽ കുരിശിൽ രക്തം ചിന്തി നമ്മുടെ എല്ലാ പാപത്തിന് പരിഹാര ബലിയായി തീരുകയാണ്. ഇവിടെ ഒരു നരകത്തിന് അർഹരായി തീരുവാൻ ഞാനും നിങ്ങളും ഒരുപാട് പാപമൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒരു പാപം മതി, ഏറ്റവും ചെറിയൊരു പാപം മതി എന്നെയും നിങ്ങളെയും നരകത്തിന് അർഹരായി തീർക്കുവാൻ. അത് മനസ്സിലാക്കണമെങ്കിൽ
ഞാൻ എൻ്റെ ദേഷ്യത്തിൽ എൻ്റെ സഹോദരൻ്റെ ഒറ്റ അടി വെച്ച് കൊടുത്തെന്ന് ചിന്തിക്കുക. എന്നാൽ എന്തെല്ലാം ഞാൻ ചെയ്താലും ഈ അടി തിരിച്ചെടുക്കുവാൻ എനിക്ക് സാധിക്കത്തില്ല. ഇത് പക്ഷേ എനിക്ക് വേണേൽ എൻ്റെ സഹോദരനോട് മാപ്പ് ചോദിക്കാം, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഭക്ഷണം മേടിച്ചു കൊടുക്കാം, പ്രായശ്ചിത്തങ്ങൾ ചെയ്യാമെങ്കിലും ഈ പാപത്തെ പരിഹരിക്കുക ഒരിക്കലും സാധ്യമല്ല. ഞാൻ അടിച്ചതാണ്, അതൊരിക്കലും തിരിച്ചെടുക്കുവാൻ എന്നെക്കൊണ്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാപം ചെയ്താൽ അത് ചെയ്തതാണ്, അത് തിരികെ എടുക്കുവാൻ ഒരു മനുഷ്യനും സാധിക്കത്തില്ല. അങ്ങനെ മനുഷ്യവംശം മുഴുവൻ പാപത്തിനടിമയായി തീർന്നു. അത് ആദ്യ മാതാപിതാക്കളുടെ പാപം മൂലം തന്നെ അത് സംഭവിച്ചു കഴിഞ്ഞു. അപ്രകാരം ആ മനുഷ്യവംശം മുഴുവൻ്റെ മേൽ ഉത്ഭവപാപം കടന്നു വന്നു. എല്ലാ മനുഷ്യരും നരകത്തിന് അർഹരായി തീർന്നു എന്ന് കണ്ടപ്പോഴാണ് സ്വർഗീയ പിതാവ് തൻ്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നത്. അപ്പോൾ രക്തം ചിന്താതെ ഈ പാപത്തെ പരിഹരിക്കുക സാധ്യമല്ല എന്നുള്ള അനാദിയിലെ നിയമം അവിടെ നമ്മുടെ ഈ വചനം നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. ആര് രക്തം ചിന്തും പാപത്തിന് പരിഹാരമായി? ആരെങ്കിലും രക്തം ചിന്തിയതുകൊണ്ട് ഈ പാപം പരിഹരിക്കപ്പെടുന്നില്ല. കാരണം യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 34-ാം വചനം പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിന് അടിമയാണ്. പാപിയായ ഒരു വ്യക്തി രക്തം ചിന്തുമ്പോൾ യാതൊന്നും സംഭവിക്കുന്നില്ല. കാരണം അവൻ്റെ രക്തത്തിന് മേൽ യഥാർത്ഥത്തിൽ അവകാശമുള്ളത് പിശാചിനാണ്. പാപം ചെയ്യുന്നവൻ പാപത്തിന് അടിമയാണ്. അതുകൊണ്ട് ആ രക്തത്തിന് പാപത്തെ മോചിക്കുവാനോ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാനോ സാധിക്കത്തില്ല. ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ കാൽവരി മലയിൽ 3 കുരിശുകളുണ്ടായിരുന്നു. യേശുക്രിസ്തുവിന് മുമ്പും യേശുക്രിസ്തുവിന് ശേഷവും യേശുക്രിസ്തുവിൻ്റെ ഒപ്പവും അനേകർ കുരിശിൽ മരിച്ചു. നമുക്കറിയാം, വിശുദ്ധ ലിഖിതം വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്, യേശുക്രിസ്തുവിൻ്റെ ഇടത്തും വലത്തും 2 കള്ളന്മാരുണ്ടായിരുന്നു എന്നുള്ളത് വചനം നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമാണ്. എന്നാൽ ഈ ഇടത്തും വലതുമുള്ള കുരിശ് കിടന്ന കള്ളന്മാരും കുരിശ് കിടന്നു, മരിച്ചു, കുരിശിൽ നിന്ന് രക്തം ചിന്തി. എന്നാൽ ആ കുരിശിൽ നിന്നും രക്ഷ ലോകത്തിലേക്ക് ഒഴുകിയിറങ്ങിയെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പാപികളാണ്. പാപികളുടെ രക്തത്തിന് പാപത്തെ പരിഹരിക്കുക സാധ്യമല്ല. പാപമില്ലാത്തവൻ്റെ രക്തത്തിന് മാത്രമേ പാപത്തെ പരിഹരിക്കുക സാധ്യമുള്ളൂ. അതുകൊണ്ടാണ് പാപം ചെയ്യാത്തവനായ ദൈവം, രക്ഷകനായ യേശു കുരിശിൽ മരിച്ച് രക്ഷ സാധിച്ചത്. അതുകൊണ്ട് മറ്റൊരുവനിലും രക്ഷയില്ല എന്ന് പറയുമ്പോൾ പാപം ചെയ്യാത്ത ഒരുവൻ പോലും ഇല്ല എന്നുള്ളതാണ് തിരുവചനം തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന ആ രഹസ്യം. അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് മറ്റൊരു പരിഹാര ബലിയൊന്നുമില്ല, യേശുക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനം പറയുന്നത്, എന്നേക്കുമുള്ള ഏക ബലി അവൻ അർപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഞാൻ പാപം ചെയ്താലും, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന ഞാൻ പാപം ചെയ്താലും എനിക്ക് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു ബലിയൊന്നുമില്ല. മറിച്ച് അവൻ്റെ കുരിശിലെ ബലിയുടെ അനന്തയോഗ്യതയാൽ ഇന്ന് കുമ്പസാരത്തിലൂടെ എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെടുന്നു എന്ന് മാത്രം. എല്ലാം ഒറ്റ ബലിയിൽ, അവൻ്റെ ഏക ബലിയിൽ സർവ്വ മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടി അവൻ ബലി അർപ്പിച്ചപ്പോൾ ഇതെല്ലാം സാധ്യമായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവുമില്ല, ഒരുവനിലും രക്ഷയില്ല, യേശുക്രിസ്തുവിൽ മാത്രമാണ്. അവൻ്റെ ബലിയുടെ യോഗ്യതയാലാണ് സർവ്വ മനുഷ്യർക്കും രക്ഷയുള്ളത്. അത് ക്രിസ്ത്യാനിക്ക് മാത്രമല്ല, സർവ്വ മനുഷ്യർക്കും വേണ്ടിയാണ് യേശു മരിച്ചത്. യോഹന്നാൻ ശ്ലീഹ അവനെ നോക്കി പറയുന്നത്, യേശുവിനെ കുറിച്ച് നോക്കി പറയുന്നത്, സ്നാപയോഹന്നാൻ്റെ അധരത്തിലൂടെ പറയുന്നതാണ്, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ലോകം മുഴുവനും വേണ്ടിയാണ്, ലോകം മുഴുവൻ്റെയും പാപമാണ് യേശു ക്രിസ്തു ഏറ്റെടുത്തത് കുരിശിൽ. അവനല്ലാതെ മറ്റൊരു രക്ഷയില്ല. ആർക്കും ഏതൊരു വ്യക്തിക്കാണ് രക്ഷ പ്രാപിക്കണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ ബലിയുടെ യോഗ്യത ആവശ്യമുണ്ട്. അതുകൊണ്ട് ആ ഒരു ബലിയിലേക്ക്, അതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകുവാൻ നമുക്ക് ആഗ്രഹിക്കാം. അവനിൽ മാത്രമാണ് രക്ഷ. വീണ്ടും നമ്മളെ പഠിപ്പിക്കുകയാണ് ഹെബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 22-ാം വചനം പറയുന്നു, ആബേലിൻ്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായവ വാഗ്ദാനം ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ തളിക്കപ്പെട്ട രക്തത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ബൈബിള് നീതിമാനെന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയാണ് ആബേൽ. ആബേലിൻ്റെ ബലി ദൈവത്തിന് പ്രീതികരമായെന്നും ദൈവം സ്വീകരിച്ചുവെന്നും ഒക്കെ ഉൽപ്പത്തി പുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നാൽ ആബേലിൻ്റെ ബലി ദൈവത്തിന് പ്രീതികരമായെങ്കിലും അവൻ്റെ രക്തം ചിന്തപ്പെട്ടപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 4-ാം അധ്യായം 10-ാം വചനം പറയുന്ന ഇപ്രകാരമാണ്, ദൈവമായ കർത്താവ് കടന്നു വന്ന് കായനോട് ചോദിക്കുക, നിൻ്റെ സഹോദരൻ ആബേൽ എവിടെ? നിൻ്റെ കയ്യിൽ നിന്ന് നിൻ്റെ സഹോദരൻ്റെ രക്തം കുടിക്കുവാൻ വാ വിളർന്ന ഈ ഭൂമിയിൽ നിന്ന് അതാ അവൻ്റെ സഹോദരൻ്റെ രക്തം എൻ്റെ പക്കലേക്ക് പ്രതികാരത്തിന് നിലവിളിക്കുന്നുവെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. നീതിമാനായ ആബേലിൻ്റെ രക്തത്തിന് തൻ്റെ സഹോദരൻ്റെ പാപത്തെ മോചിക്കുവാൻ ശക്തിയുണ്ടായില്ല എന്ന് മാത്രമല്ല, അത് തുടർന്ന് പറയാണ്, അതുമൂലം നീ ഭൂമിയിൽ ശപിക്കപ്പെട്ടവനായിരിക്കും. ശാപത്തെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു നീതിമാനായ വ്യക്തിയുടെ രക്തത്തിന് പോലും രക്ഷയെ കൊണ്ടുവരിക സാധ്യമല്ല. കാരണം ആബേലും നീതിമാനാണെങ്കിലും
പാപമില്ലാത്ത വ്യക്തിയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, പരിശുദ്ധനായ വ്യക്തിയാണെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ പരിശുദ്ധനായ ഒരുവന് മാത്രമേ പാപം മോചിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, നീതിമാനായ ആബേലിൻ്റെ രക്തത്തെക്കാട്ടിലും ശ്രേഷ്ഠമായവ വാഗ്ദാനം ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ തളിക്കപ്പെട്ട രക്തത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വന്നിരിക്കുന്നുവെന്ന്. ക്രിസ്തുവിൻ്റെ രക്തത്തിന് മാത്രമാണ് ഇത് നേടിയെടുക്കുവാൻ സാധിക്കുക. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്. അവിടെ പറയുകയാണ്, മുദ്ര പൊട്ടിക്കുവാനും ചുരുൾ നിവർത്തുവാനും ആർക്കാണ് യോഗ്യതയുള്ളത് എന്ന് ചോദിച്ച് വെളിപാടിൽ തൻ്റെ സ്വർഗ്ഗദർശനത്തിൽ യോഹന്നാൻ ശ്ലീഹ സ്വർഗത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പ് നിൽക്കുകയാണ്. ആരുമില്ല. മനുഷ്യവംശം മുഴുവനിലേക്ക് നോക്കിയപ്പോൾ ദൈവനീതിയുടെ ചുരുളഴിക്കുവാനും ദൈവരക്ഷയുടെ മുദ്രകളെ പൊട്ടിക്കുവാനും യോഗ്യതയുള്ള ഒരുവൻ പോലുമില്ല എന്ന് വെളിപാട് പുസ്തകത്തിൽ തൻ്റെ ദർശനത്തിൽ യോഹന്നാൻ ശ്ലീഹയ്ക്ക് വെളിപ്പെട്ട് കിട്ടുകയാണ്. അത് കാണുമ്പോൾ യോഹന്നാൻ ശ്ലീഹ വളരെ ദുഃഖത്തോടു കൂടി കരയുകയാണ്. അപ്പോൾ ഒരു ദൈവദൂതൻ പറയുകയാണ്, നീ കരയണ്ട, ഇതാ യൂദാ വംശത്തിൻ്റെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ ഇതാ വിജയം വരിച്ചിരിക്കുന്നു. അവൻ തൻ്റെ മരണത്തിലൂടെ തൻ്റെ രക്തത്തിലൂടെ ദൈവനീതിയുടെ ഈ മുദ്രകളെ തുറക്കുവാൻ, ഈ ചുരുളഴിക്കുവാൻ, മനുഷ്യരക്ഷയെ സാധിക്കുവാൻ അവൻ ശക്തനാണ്. അതുകൊണ്ട് നീ കരയണ്ട. ആ വലിയൊരു രഹസ്യം അവിടെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ യോഹന്നാൻ ശ്ലീഹ നോക്കുമ്പോൾ ഇതാ കുഞ്ഞാട് കൊല്ലപ്പെട്ടതുപോലെ കാണപ്പെടുന്ന ഒരു കുഞ്ഞാടിനെ കണ്ടെത്തുകയാണ്. വെളിപാടിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ. തുടർന്ന് അതിൻ്റെ 9-ാമത്തെ വചനത്തിൽ പറയുകയാണ്, മുദ്ര പൊട്ടിക്കുവാനും സ്തുതിയും ആരാധനയും സ്വീകരിക്കുവാനും നീ യോഗ്യനാണ്. കാരണം നീ നിൻ്റെ രക്തത്താൽ സകല ഭാഷയിൽപ്പെട്ടവരെയും സകല ഗോത്രത്തിൽപ്പെട്ടവരെയും സകല രാജ്യങ്ങളിൽപ്പെട്ടവരെയും വിലക്കെടുത്തിരിക്കുന്നു. അതെ, ക്രിസ്തു തൻ്റെ രക്തം വിലയായി കൊടുത്ത് എന്നെയും നിങ്ങളെയും ഈ ലോകം മുഴുവനെയും വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ സ്വന്തം ജനമാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ ഒരു വലിയ രഹസ്യം വെളിപാടിലൂടെ യോഹന്നാൻ ശ്ലീഹയ്ക്ക് വെളിപ്പെട്ടതുപോലെ നമ്മുടെ എല്ലാം ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരണം. റോമാലേഖനം 3-ാം അധ്യായം അതിൻ്റെ 21 മുതലുള്ള വചനങ്ങളിൽ പറയുകയാണ്, നീതീകരണം വിശ്വാസത്തിലൂടെയാണ്. അപ്പോൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയാണ് നമ്മളെല്ലാവരും നീതീകരിക്കപ്പെടുക. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 24-ാം വചനത്തിൽ ഈശോ പറഞ്ഞു, ഞാൻ തന്നെയെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഇത് ആഴമായി വിശ്വസിക്കുന്നില്ല എങ്കിൽ, യേശു എൻ്റെ പരിഹാര ബലിയാണെന്ന് അങ്ങനെ വിശ്വസിക്കാത്ത ഏതൊരു വ്യക്തിയും തൻ്റെ തന്നെ പാപങ്ങളിൽ തുടരുന്നു എന്നുള്ള വലിയ സത്യം ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. ആ ദൈവിക നീതിയെക്കുറിച്ച് റോമാലേഖനം 3-ാം അധ്യായം 21 മുതലുള്ള വചനങ്ങളിൽ പഠിപ്പിക്കുകയാണ്. വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാര ബലിയായി ദൈവമായ കർത്താവ് യേശുവിനെ നമുക്ക് നിശ്ചയിച്ച് തന്നിരിക്കുന്നു. ദൈവിക നീതി പൂർത്തിയാക്കുവാൻ യാതൊരു മനുഷ്യനും ഒരു വ്യക്തിക്കും സാധ്യമല്ലാതെ വന്നപ്പോൾ ദൈവിക നീതി പൂർത്തിയാക്കുവാൻ യേശു ക്രിസ്തു പാപപരിഹാര ബലിയായി. അതുകൊണ്ട് ദൈവിക നീതി നമ്മളെ ഇപ്രകാരം പഠിപ്പിക്കുന്നു, ക്രിസ്തുവിൻ്റെ ആ രക്ഷാകരമായ ആ രക്തബലിയിൽ, ആ കുരിശിലെ ബലിയിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. യേശു എൻ്റെ പാപത്തിന് പരിഹാര ബലിയാണ് എന്നുള്ള ആ വലിയ സത്യത്തെ ഏറ്റുപറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് നീതീകരിക്കപ്പെടുന്നത്. ഇതുവഴി മാത്രമാണ് നീതീകരണം എന്നുള്ളതും വലിയ ഒരു സത്യമാണ്. ബൈബിൾ നമ്മളെ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ പഠിപ്പിക്കുന്നു. ക്രിസ്തു എൻ്റെ രക്ഷകനാണെന്ന് വിശ്വസിക്കാത്ത ഏതൊരു വ്യക്തിയും പാപത്തിൽ തുടരുന്നു. പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയതുകൊണ്ട്, പല കാര്യങ്ങൾ ചെയ്തു കൂട്ടിയതുകൊണ്ട് ആരും വിശുദ്ധീകരിക്കപ്പെടുന്നില്ല, നീതീകരിക്കപ്പെടുന്നില്ല. കാരണം ദൈവനീതി പൂർത്തിയാക്കിയത് ഒരുവൻ മാത്രമാണ്, യേശു ക്രിസ്തു. അവനുള്ള വിശ്വാസം വഴിയാണ് നമ്മളെല്ലാവരും വിശുദ്ധീകരണം പ്രാപിക്കുന്നത്. അതുകൊണ്ട് യേശു പറഞ്ഞു, പിതാവിലേക്കുള്ള വഴി ഞാനാണ്, സ്വർഗത്തിലേക്കുള്ള വഴി ഞാനാണ്. സ്വർഗത്തിലെ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 6-ാം വചനത്തോടെ യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. ഈ ഒരു സത്യത്തെ വീണ്ടും ഈശോ പഠിപ്പിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിന് 36-ാം വചനത്തിലൂടെ, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യമുള്ളവരായി തീരും. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം, യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തു. ഈ ഒരു വലിയ ദൈവിക രഹസ്യത്തെ, യേശു ക്രിസ്തു ഏകരക്ഷകനാണെന്നുള്ള വലിയ സത്യത്തെ അതിൻ്റെ ആഴങ്ങളിൽ മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. രക്ഷകനും നാഥനുമായ ദൈവമേ, നിൻ്റെ പരിശുദ്ധമായ സാന്നിധ്യത്തിന് ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളിതാ ഒരു മനസ്സോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ബുദ്ധിക്ക് അഗ്രാഹ്യമായ ഈ ദൈവിക രഹസ്യങ്ങളെ ഗ്രഹിക്കുവാൻ,
യഥാർത്ഥത്തിൽ യേശു എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത് കുരിശിൽ രക്തം കൊണ്ടുള്ള ബലിയായി തീർന്ന് എന്നെ വീണ്ടെടുത്തിരിക്കുന്നെന്നും ആ ബലിയുടെ യോഗ്യതയാൽ എനിക്ക് വിടുതലും സൗഖ്യവും അനുഗ്രഹമുണ്ടെന്ന് വിശ്വസിക്കുവാനും അതുവഴി എൻ്റെ ഭവനത്തിലേക്ക് യേശുവിനെ രാജാവായി സ്വീകരിക്കുവാനും എൻ്റെ ഹൃദയത്തിൻ്റെ രാജാവായി സ്വീകരിക്കുവാനും അംഗീകരിക്കുവാനും ആരാധിക്കുവാനും അതുവഴി വലിയ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനും എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.